السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وإن كنتم على سفر فلم تجدوا كاتبا فرهان مقبوضا فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه والله بما تعملون عليم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. وإن كنتم നിങ്ങളാണെങ്കിൽ അലാ സഫരിൻ യാത്രയിലാണെങ്കിൽ വലം തജിദു നിങ്ങൾക്ക് കണ്ടെത്താനായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, കാത്തിബൻ ഒരു എഴുത്തുകാരൻ, ഫരിഹാനൻ അപ്പോൾ പണയം, മഖ്ബൂല സ്വീകരിക്കപ്പെടുന്നു, ഫഇൻ അമിന ഇനി വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ബഅദുകും ബഅദാ നിങ്ങളിൽ ചിലർ ചിലരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ ഫൽ യുഅദ്ദി അത് വീട്ടണം, അല്ലദി ഉത്തുമിന വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവൻ, അമാനതഹു അവനെ വിശ്വസിച്ചേൽപ്പിച്ചത്, വൽയത്തഖില്ലാ അവൻ സൂക്ഷിക്കട്ടെ, റബ്ബഹു അവന്റെ റബ്ബിനെ, വലാ തക്തുമു നിങ്ങൾ മറച്ചു വെക്കരുത്, അശ്ശഹാദ സാക്ഷ്യത്തെ, വമൻ യക്തുംഹാ ആർ മറച്ചു വെക്കുന്നുവോ അതിനെ, ഫഇന്നഹു നിശ്ചയമായും അവൻ, ആസിമുൻ കുറ്റവാളിയാണ്, ഖൽബുഹു അവന്റെ മനസ്സ്, വല്ലാഹു ബിമാ തഅമലൂന അലീം നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ് അല്ലാഹ്. ലില്ലാഹി അല്ലാഹുവിനാണ്, മാഫി സമാവാത്ത് ആകാശങ്ങളിൽ ഉള്ളത്, മാഫിൽ അർള് ഭൂമിയിൽ ഉള്ളത്, വഇൻ തുബ്ദൂ നിങ്ങൾ വെളിപ്പെടുത്തിയാലും, മാഫി അൻഫുസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്, ഔ തുഖ്ഫൂ നിങ്ങൾ മറച്ചു വെച്ചാലും, യുഹാസിബുക്കും നിങ്ങളെ വിചാരണ ചെയ്യും, ബിഹി അതിനെ സംബന്ധിച്ച്, അല്ലാഹു ഫയഗ്ഫിറു അവൻ മാപ്പ് നൽകും, ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയുഅദ്ദിബു അവൻ ശിക്ഷിക്കും, മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എങ്ങനെയാണ് കടമിടപാട് നടത്തേണ്ടത് എന്നത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായി വിശദമായി പറഞ്ഞു തന്നു കഴിഞ്ഞു.
സാധാരണ നമ്മൾ കാണുന്ന ഖുർആനിന്റെ സംക്ഷിപ്തമായി കാര്യങ്ങൾ പറയുന്ന, വളരെ ചുരുക്കി മാത്രം കാര്യങ്ങൾ പറയുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി സാമാന്യം വിശദമായി തന്നെയാണ് ഈ വിഷയം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ഹഫിൽ ഒരു പേജ് മുഴുവനും ഒറ്റ ആയത്ത്. അത് സാമ്പത്തിക ഇടപാടിന്റെ അടിത്തറ പഠിപ്പിച്ചതാണ്. കാരണം നമ്മൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണം, അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ തന്നെ ഒരു അനുബന്ധമായ ഒരു നിയമം കൂടിയാണ് ഈ ആദ്യ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്താകട്ടെ ഈ സൂറത്തിന്റെ അവസാനം തുടങ്ങുകയാണ്. സൂറത്തുൽ ബഖറയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുന്ന ആയത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ആയത്തേ ഉള്ളൂ. അത് ഏറ്റവും സുപ്രധാനമായ ആയത്തുകളാണ്. ആ 2 ആയത്തുകൾ അതിനെ സംബന്ധിച്ച് ഹദീസുകളിലൊക്കെ ധാരാളമായി വന്നിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് എടുക്കാം. ഈ അവസാനത്തെ 2 ആയത്തുകൾ അപ്പോഴേക്ക് നിങ്ങൾ എല്ലാവരെയും വിവരം അറിയിക്കണം, ഇത് തീരാൻ പോവാണ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ അവസാനത്തെ ആയത്ത് 2 ആയത്തുകൾ എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് തീർക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിയമം? ഇത് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു നിയമം തന്നെയാണ്. പക്ഷെ അത് അതിൻ്റെതായ ഒരു സമയം വന്നപ്പോൾ ഒന്നുകൂടി പറയാണ്. നമുക്ക് ഇനി അവ്യക്തതകളൊന്നും ഉണ്ടാകാൻ പാടില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ പറഞ്ഞല്ലോ, 2 സാക്ഷി വേണമെന്നും, എഴുതാൻ അറിയുന്ന ആൾ എഴുതണമെന്നും, എഴുതാൻ അറിയുന്ന ആളോട് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ ഞാൻ റെഡിയല്ല എന്ന് പറയരുതെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ റൊക്കം നിങ്ങൾ ഇടപാട് നടത്തുകയാണെങ്കിൽ അതിന് സാക്ഷി ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മളെ സൂക്ഷ്മതക്കാണ്. പിന്നെ പരാതി ഇല്ലാതിരിക്കാനും തമ്മിൽ തെറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ആരോഗ്യകരമായ ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അല്ലാഹു തആല ഇതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി അഥവാ അങ്ങനെ എഴുതാനുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് യാത്ര എന്ന് പറയുന്നത്. നമ്മളൊരു യാത്രയിലാണ്. യാത്രയിലാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കക്കോടിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകാന്നുള്ളൊരു സ്വഭാവത്തിലല്ല. അത് നമുക്ക് തിരിച്ചും കൊണ്ട് വരാനൊക്കെ വേഗം കഴിയും, സംഗതികൾ അങ്ങനെയാണ്. പക്ഷെ യാത്ര, നിസ്കാരമൊക്കെ കസറാക്കാൻ പറ്റുന്ന, നോമ്പ് പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒക്കെ കാര്യമാണല്ലോ യാത്ര എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു യാത്രയിലാണ് എങ്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എഴുത്തുകാരനൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ സംഭവിക്കാലോ. നമ്മൾ ഏറ്റവും വലിയ ആയത്തിറങ്ങിയിരിക്കുന്നു, അപ്പൊ ഇനി നമുക്ക് തമ്മിൽ ഒരു ഇടപാട് നടത്താൻ കഴിയാതെയും പോകരുതല്ലോ, നമ്മൾ കുടുങ്ങരുതല്ലോ എന്നതുകൊണ്ടാണ് കാരുണ്യവാനായ റബ്ബ് നമുക്ക് അതിൻ്റെ അടുത്ത വശം പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ എഴുത്തുകാരനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാങ്ങുന്ന കടത്തിന് ഒരു പണയം കൊടുക്കാം. അപ്പോൾ എഴുത്തുകാരനും സാക്ഷിയും ഒക്കെ ഉള്ള ഒരു ഇടപാടിന് പിന്നെ പണയം എന്നത് പറ്റുമോ? ഇതിപ്പോ സാക്ഷിയും അല്ലെങ്കിൽ എഴുത്തുകാരനൊന്നും ഇല്ലാത്ത ഇടപാടിലാണ് പണയം കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്തൊരു ഇടപാടിന് പണയം എന്ന് പറയുന്നത് ഒരു വിശ്വസ്തമായ ഒരു മാതൃകാ സമൂഹത്തിൽ അത്രമേൽ ഗുണകരമായ ഒരു കാര്യമല്ല. അപ്പൊ എന്ന് പറഞ്ഞാല് തമ്മിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു ഇടപാട് നടത്തുമ്പോൾ അതിനൊരു പണയം വെക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അതെങ്ങനെയാണെങ്കിൽ വിശ്വസ്തതയുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ കേട്ടോ, തമ്മിൽ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ പണയം എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അതേസമയം സമ്മിശ്രമായ ഒരു സമൂഹമാണ്, അത് വിശ്വസ്തതയുള്ളവരും ഇല്ലാത്തവരും, വിശ്വസ്തതയുള്ള ഇടപാടും അല്ലാത്ത ഇടപാടും ഒക്കെ നടക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ എഴുതി വെക്കുകയും
സാക്ഷി നിൽക്കാൻ ആളൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പണയം പറ്റും. അപ്പൊ അങ്ങനെ അതിൻ്റെയൊക്കെ അവസ്ഥ മാറുന്നതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും എഴുതി വെക്കാൻ ആളെ കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് പണയം എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗപ്പെടുത്താം. ഈ പണയം എന്ന് പറയുന്നത് ഒരു മുന്തിയൊരു കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പണയ വസ്തു ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതാണ്. പണയ വസ്തു പ്രയോജനപ്പെടുത്താൻ പാടില്ലെങ്കിൽ പിന്നെ പണയം ഒരു ഭാരം തന്നെയല്ലേ. 5 പവന്റെ മാല പണയം വെച്ചിട്ട് പൈസ വാങ്ങി ആ മാല ഓളെ കഴുത്തിലിട്ട് കൊടുത്തിട്ടാണെങ്കിൽ അപ്പൊ എന്നാ പിന്നെ പണയം ഒരു മെച്ചപ്പെട്ട സംഗതിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ പൊന്ന് വാങ്ങണ്ടല്ലോ, നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ പിന്നെ ഇതൊരു പണി തന്നെയാണ്. കാരണം അത് പിന്നെ നമ്മൾ സൂക്ഷിക്കണം എന്ന നിലക്കാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ കാശുണ്ട്, വേറെ ആളുടെ കയ്യിൽ കാശില്ല. അപ്പോഴാണല്ലോ കടം വാങ്ങുന്നത്, വെറുതെ വാങ്ങൂലല്ലോ. ആയിക്കോട്ടെ, ഈ ഒരു കാര്യം ചെയ്യ്, പൈസ ഞാൻ തരാം, നിന്റെ കാറ് ഇവിടെ കൊണ്ടുപോയി വെച്ചേ എന്ന് പറഞ്ഞാൽ അത് പണയമാണ്. ആ കാറ് ഇയാൾ ഓടിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ആ കാറ് വെക്കുന്ന സ്ഥലം മുടങ്ങിയല്ലേ. വീട്ടില് കാർ പോർച്ചില് ഒരു കാറ്, അത് അധികം. അപ്പോ പണയം അത്ര എന്തല്ല എളുപ്പമുള്ള സുഖകരമായ ഒരു കാര്യമല്ല പണയം. പക്ഷെ നിർബന്ധിത സാഹചര്യത്തിലും വേറെ മാർഗമില്ലെങ്കിലൊക്കെ അങ്ങനെ ആവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പണയ വസ്തു അത് പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്നതാണ് പണയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ വീട്, കുടില്, എന്തോ ഒക്കെ എല്ലാത്തിനും അത് ബാധകമാണ്. വീട്ടിൽ താമസിക്കാൻ പാടില്ല. അപ്പൊ താമസിക്കാൻ പാടില്ല, അത് എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. പിന്നീടുള്ള ആൾക്കാർ ചിന്തിച്ചുണ്ടാക്കിയതല്ല, നേർക്ക് നേരുള്ള നിയമമാണത്. അഥവാ നിങ്ങൾ ഒരു പശുവിനെ പണയം വെക്കുകയാണെങ്കിൽ ആ പശു കറവയുള്ള പശുവാണെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം. എത്ര എടുക്കാം എന്നറിയോ? ഈ പശുവിന് പുല്ല് കൊടുക്കുന്നതിന് പകരമായുള്ള അത്രയും. ഒട്ടകത്തെ പണയം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സവാരി ചെയ്യാം. എത്ര ചെയ്യാം? ഈ ഒട്ടകത്തിന് കൊടുക്കുന്ന പുല്ലും വെള്ളവും അതിനെ നോക്കാൻ ആവശ്യമായ ചെലവ് എത്രയോ അത്രയും മാത്രം നിങ്ങൾക്ക് എടുക്കാം. അതിലപ്പുറത്തുള്ളത് നിങ്ങൾ ഉടമസ്ഥന് കൊടുക്കണം. അപ്പോ കാറ് നിങ്ങളെ വീട്ടിലുണ്ട് പണയ വസ്തുവായിട്ട് എങ്കിൽ കാറ് നിങ്ങൾക്ക് ഓടിക്കാം. എത്രത്തോളം ഓടിക്കാന്ന് ചോദിച്ചാൽ ആ കാർ ഇങ്ങനെ നിർത്തിയിടാൻ പറ്റാത്തൊരു മുതലാണ്. അത് ഇടയ്ക്ക് സ്റ്റാർട്ടാക്കണം, അങ്ങനെ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കണം, അവിടെ വെക്കണം. ഇതൊക്കെ ഒരു പണിയാണല്ലോ. ആ പണിക്ക് പകരമായുള്ള അളവിൽ മാത്രം നിങ്ങൾക്ക് അതിൽ സവാരി ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിൽ സ്റ്റാർട്ടാക്കി വെക്കണമെങ്കിൽ എണ്ണ അടിക്കേണ്ടി വരും, എണ്ണ അടിക്കണമെങ്കിൽ പമ്പിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ അതൊരു പണിയാണ് നിങ്ങൾ ചെയ്യുന്ന. ആ പണിക്ക് പകരമായി മാത്രം നിങ്ങൾക്ക് അതിൽ സവാരിയാകാം, അതിലപ്പുറത്തേക്ക് പാടില്ല. അപ്പോൾ നിങ്ങൾ വീടാണ് പണയെങ്കിൽ ആ വീടിന് മെയിൻ്റനൻസ് ഉണ്ടാകും. ചതില് പിടിക്കാതെ നോക്കണം, അതില് പിന്നെ അങ്ങനത്തെ കുറെ സംഗതികളില്ലേ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. ഇത് വളരെ കണിശമായ സംഗതി, അത് പലിശയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇനി അഥവാ നിങ്ങൾക്ക് പ്രയോജനം എടുക്കണം എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതിന്റെ വാടക കൊടുത്താൽ മതി. അദ്ദേഹത്തോട് സംസാരിക്കുക, ഈ കാറ് നീ ഏതായാലും ഇവിടെ വെച്ചതാണല്ലോ, അപ്പൊ ഞാൻ അതിന് വാടക തരാം എന്ന് പറയണം. അതിൽ ഹീലത്ത് പാടില്ല. എന്താണ് ഹീലത്ത്? കുതന്ത്രം. എങ്ങനെ? ഒരു വീട് പണയത്തിന് കൊടുത്തു, ഒരു 10 റുപ്യ വാടക. അപ്പൊ എന്നാ പിന്നെ വാടക കൊടുത്തു ആയല്ലോ, എന്നാ പിന്നെ പണയത്തിന്റെ എടുത്ത് എന്ന് പറയണ്ടല്ലോ. അങ്ങനെ പറ്റൂല. ആ വീടിന് അല്ലെങ്കിൽ അതുപോലുള്ളൊരു വീടിന് ആ നാട്ടിൽ സാധാരണ എത്രയാണോ വാടക, ആ വാടകയാണ് അത് വാങ്ങുന്നതെങ്കിൽ, ആ വാടക കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ അത് വാടകയ്ക്ക് കൊടുക്കലാവുള്ളൂ. മറ്റേത് പറ്റിക്കലാണ്, പറ്റിക്കാൻ പാടില്ല.
പലിശക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നോട്ട് കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് തോണി വാടകയ്ക്ക് കൊടുത്ത ഒരു കുതന്ത്രമുണ്ട്. ആ കുതന്ത്രം പോലെ പണയത്തിന് താമസിക്കുന്ന ആൾക്കാർ വാടക കൊടുക്കുന്നുണ്ട്, 10 റുപ്യ 100 റുപ്യ. അപ്പൊ പിന്നെ വാടകയ്ക്ക് ആയല്ലോ എന്ന് വെക്കരുത്, അത് ഹീലത്താണ്, അത് കുതന്ത്രമാണ്. അപ്പോൾ പണയ വസ്തു പ്രയോജനപ്പെടുത്തരുത്. സ്വർണമാണെങ്കിലും വാഹനമാണെങ്കിലും വീടാണെങ്കിലും കടമുറിയാണെങ്കിലും അതിന് നിങ്ങൾ എന്തോ ഓമനപ്പേരിട്ടിട്ടും കാര്യമില്ല. ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊടുക്കുക എന്നൊക്കെയാണ് പറയാ. ശരിക്കും പറയേണ്ടത് ഒറ്റയ്ക്ക് കൊടുക്കുക എന്നാണ്, പക്ഷെ അങ്ങനെ ആണ് പറയാറുള്ളത്. അപ്പൊ അത് വളരെ കരുതണം. അപ്പൊ പണയം പറ്റും. പണയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി ജൂതന്റെ കൈവശം പണയത്തിലായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പൈസ ഇല്ലാത്തപ്പോ, ഭക്ഷണ ആവശ്യത്തിന് പൈസ വേണ്ടി വന്നപ്പോ കൊടുത്തതാണ്. അപ്പോ സഹാബികളോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പണമില്ലാണ്ട് തന്നെ പൈസ ഒക്കെ കൊടുക്കും. പക്ഷേ ഇത് ജൂതനാണല്ലോ, അപ്പൊ ജൂതനായിട്ടുള്ള ഇടപാടാണ്. അപ്പൊ അയാൾക്ക് പടയങ്കി പണയം വെച്ചിട്ട് പൈസ കടം വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കടമിടപാട് നടത്തുമ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാനും സാക്ഷി നിൽക്കാനും കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണയം എന്ന് പറയുന്നൊരു വസ്തു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആ പണയം ചെയ്യുമ്പോൾ ചില ഉപാധികൾ അതിനുണ്ട്. പണയത്തിന്റെ മറ്റൊരു ഉപാധി എന്താന്ന് ചോദിച്ചാൽ അത് കൈമാറ്റം ചെയ്യപ്പെടണം എന്നാണ്. പണയം കൈമാറ്റം ചെയ്യപ്പെടണം. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഫോണ് നിനക്ക് പണയം എന്ന് പറഞ്ഞ്, പക്ഷെ ഫോൺ കൊടുത്തിട്ടൊന്നുമില്ല, ഫോണിന്റെ ഈശത്തിന്റെ, അങ്ങനെ പറ്റൂല. എൻ്റെ വീട്ടിലെ പശുവിനെ പണയം വെച്ചു, പശു എൻ്റെ വീട്ടിൽ തന്നെ, അത് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കൈമാറണം. അപ്പൊ വീടാണെങ്കിൽ വീടിന് ആധാരം കൈമാറിയാൽ മതി. അതേസമയം വീട് തന്നെ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വീടിന്റെ താക്കോല് കൊടുക്കണം. വീടിന്റെ ആധാരമോ താക്കോലോ ഒക്കെ കൊടുത്തിട്ട് ഇത് കൈമാറണം. അയാൾക്ക് അത് അയാളുടെ കൈവശം വരണം. പക്ഷെ അയാൾക്കിട്ട് പ്രയോജനപ്പെടുത്താനും പറ്റൂല. ഇതാണ് പണയം. ഇനി ഈ പണയ വസ്തു വിൽക്കാൻ പറ്റുമോ? അതിലുള്ളത് കടം കൊടുത്തു, പണയം വാങ്ങി കടം കൊടുത്തു കഴിഞ്ഞാൽ സമയത്തിന് പൈസ തിരിച്ചു തരുന്നില്ലെങ്കിലാണല്ലോ പണയത്തിന്റെ മുകളിൽ കൈവെക്കുക. അപ്പൊ അതിലുള്ള ഓപ്ഷൻസ് ആദ്യം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന് അയാൾക്ക് അവധി കൊടുക്കുക. പൈസ തരാനുണ്ട്, അപ്പോ ആ പൈസ തരാൻ കഴിയുന്നില്ല അല്ലേ? അപ്പൊ അധമർണന് ഉത്തമർണൻ എന്ത് ചെയ്യണം? അവധി കൊടുക്കണം. നീട്ടിക്കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നീട്ടിക്കൊടുക്കുക. ഒഴിവാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്, അത് ഒഴിവാക്കി കൊടുക്കുക. ഒഴിവാക്കി കൊടുക്കാനും കഴിയുന്നില്ല, നീട്ടിക്കൊടുത്തിട്ടും പൈസ കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ പണയ വസ്തു ഇയാൾക്ക് വിൽപ്പന നടത്താം. പക്ഷേ എത്രയാണോ കടം ആ പണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു വീട് പണയം വെച്ച് പൈസ വാങ്ങി, ആദ്യം അങ്ങനത്തെ ഒരു ഇടപാട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ജപ്തി ഉണ്ടല്ലോ, മൊത്തത്തിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല. എത്രയാണോ പണം ആ പണം മാത്രം ഇയാൾക്ക് വസൂലാക്കാം. ബാക്കി പണം നിർബന്ധമായും തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇതാ എങ്ങനെ അങ്ങനെയാണോ ബാങ്ക് ചെയ്യാം? പൈസ തിരിച്ചു കൊടുക്കോ? ആ, ബാക്കി അത് കൊടുക്കും. ആ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. എത്രയാണോ പൈസ, മുമ്പ് അങ്ങനെ അല്ലാത്ത ഇടപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ വേഗം പോയിട്ട് കടം കൊടുക്കൂ. എന്തിനാന്ന് വെച്ചാൽ പണയവസ്തു വിൽക്കാലോ, എന്നിട്ട് എടുക്കാന്നുള്ള നിലക്ക്. അങ്ങനെ പാടില്ല. എത്രയാണോ പണയം സംഖ്യ വാങ്ങിയത് ആ സംഖ്യ മാത്രം എടുത്ത് ബാക്കി അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ആ പൈസ വസൂലാക്കാൻ എത്രയാണോ വിൽക്കേണ്ടത് അതുമാത്രം വിൽക്കാൻ പറ്റും. ഇങ്ങനെ അതിൽ നിർവാഹമുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലത് ഒഴിവാക്കി കൊടുക്കലാണ്. അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അവധി കൊടുക്കലാണ്. അതൊന്നും കഴിയൂലെങ്കിൽ മാത്രം, കാരണം ഇയാളും നീതി പാലിക്കപ്പെടാതെ പോകരുതല്ലോ. ഇയാളിപ്പോ ഒരു സഹായം
ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇയാളെ പൈസ അങ്ങ് പോയിരുതല്ലോ എന്ന നിലക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരനെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പണയം സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് ആ നിയമം. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട നിയമമാണ്. നമ്മുടെ നാട്ടിൽ വളരെ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വീട് പണയത്തിനെടുക്കുക. യെസ്, ഓ ആ ആ ആ ആ ആ വിൽപ്പന നടത്തുള്ളൂ. വ്യക്തികളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക, ഇല്ലെങ്കിൽ അവധി കൊടുക്കുക. ഈ അവധി കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രൊസീജിയർ. ഈ അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവധി കൊടുക്കലാണല്ലോ. കാരണം ഇവർ അവധി തെറ്റിയപ്പോഴാണ് നോട്ടീസ് അയക്കുന്നത്. വീണ്ടും നോട്ടീസ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നോട്ടീസ് വരെയുള്ള കാലയളവ് അനുവദിക്കുന്നു എന്നാണ്. അങ്ങനെ കാലയളവ് അനുവദിക്കുക, എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ പിന്നെ അവർക്കത് വിൽക്കാം. പക്ഷെ വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ അതന്നെ വ്യക്തികളുടെ ഇടപാടുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് വ്യക്തികൾ പണയം വാങ്ങാനും വിൽക്കാനും പാടില്ല. അത് വേറൊരു കാര്യം. വ്യക്തികൾ പൊന്ന് ഒന്നും പണയം വാങ്ങാനൊന്നും പാടില്ല. നമ്മുടെ ഇവിടുത്തെ ആക്ട് അനുസരിച്ചിട്ട് അത് അതിന്റെ അതോറിറ്റി, ലൈസൻസിങ് അതോറിറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ മാല പണയം വെച്ച് അയാൾ പൈസ കൊടുക്കുന്നില്ല, അത് വിറ്റിട്ടുണ്ടെങ്കിൽ ഇയാൾ കേസ് കൊടുത്താൽ മറ്റാൾ കുടുങ്ങുകയൊക്കെ ചെയ്യും. അത് അതിന്റെ ഇവിടുത്തെ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും ഒക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മളെ ഈ പൊന്നു പണയം വെക്കുന്നൊന്നല്ല. ഇവിടുത്തെ അപകടകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വീട് പണയത്തിന് എടുക്കുക എന്ന് പറയുന്ന പരിപാടി അധികം ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ കടമുറികൾ പണയത്തിനെടുക്കുക, ലീസിനെടുക്കുക എന്നൊക്കെയാണ് പറയാ. ആ പേരെന്തിട്ട് എന്നുള്ളതല്ല, പണി എന്താന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോ കടമുറികൾ പിന്നെ പണയത്തിന്, വീട് പണയത്തിന്, പിന്നെ വാഹനം പണയത്തിന് ഇപ്പൊ വളരെ വ്യാപകമാണ്. പണയത്തിന് വണ്ടി എടുക്കൽ വളരെ വ്യാപകമാണ്. അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്നാലൊക്കെ ചെയ്യുന്ന പണിയും കാറ് പണയത്തിന് എടുക്കുക. എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ തിരിച്ചു പോകുമ്പോ ആ പൈസ കൂടി കിട്ടുകയും ചെയ്യും. വാടകയ്ക്കാണെങ്കിൽ, റെന്റ് റെന്റ് കൊടുത്ത് തീരും. റെന്റേക്കാർ വാടകയ്ക്ക് എടുക്കല, അത് പറ്റും. വാടക പോവാണ്ടെടുക്കാൻ ഇപ്പൊ ചെയ്യുന്ന പണിയാണ് പണയത്തിനെടുക്കൽ. കാറ് പണയത്തിനെടുക്കൽ വളരെ വ്യാപകമാണ് ഇപ്പോൾ. കാരണം എന്താ പറഞ്ഞാല് പിന്നെ ചില വീട്ടിലൊക്കെ പോയി 2-3 കാറുണ്ടാവും. ഒന്നും അയാളതല്ല, അയാൾ പൈസ കടം കൊടുത്തിട്ട് പണയത്തിന് വാങ്ങിച്ചു അയാൾ ഇഷ്ടമുള്ള കാറിൽ ഇങ്ങനെ പോകും. അപ്പോ തിരിച്ച് വരുമ്പോ അതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പിന്നെ പൈസ എന്താവുന്നില്ല, നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇയാളുടെ ന്യായം. മറ്റാൾക്കൊരു സഹായമല്ലേ എന്നാണ്. ഇത് പലിശക്കാരും പറയുന്നത് ന്യായം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാറ് വാടകയ്ക്ക് എടുത്താൽ അത് ഹലാലായ ഇടപാടാണ്, പ്രശ്നമില്ല. പക്ഷെ വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്തുണ്ടാവും, എൻ്റെ കയ്യിൽ നിന്ന് നിശ്ചിത പൈസ വാടക ഇനത്തിൽ ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ഞാൻ ഒരു 10 ലക്ഷം റുപ്യ എൻ്റെ കയ്യിലുള്ളത് ഒരാൾക്ക് കൊടുത്തിട്ട് കാറ് പണയത്തിനെടുത്താൽ ആ കാർ എപ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്, അപ്പോൾ 10 ലക്ഷം തന്നെ തിരിച്ചു കിട്ടും. ഇതാണ് ഈ ഇടപാട് നടത്തുന്നവരെ പ്രേരിപ്പിക്കുന്ന കാര്യം. പക്ഷെ അത് പലിശയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത വിഷയം എന്താണ്? ഫഇൻ അമിന ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ചിലരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ, ഫൽയുവദ്ദില്ലദി ഉത്തുമിന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവൻ അത് വീട്ടണം, അമാനത്തുഹു, അവനെ വിശ്വസിച്ചേൽപ്പിച്ചത്. അപ്പൊ എന്താണ് വിശ്വസിച്ചേൽപ്പിക്കുന്നത്? എന്തും. അമാനത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു അർത്ഥമുള്ള ഒരു കാര്യമാണ്. അപ്പൊ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ എന്ത് ചെയ്യണം? അത് ശരിക്കും ഏൽപ്പിക്കണം. ഈ ഇതൊന്ന് പുരയെ കൊടുത്താളെന്ന് പറഞ്ഞിട്ട് മീൻ കൊടുത്തിട്ട് സ്വന്തം പുരയെ കൊണ്ടുപോയി കൊടുത്ത കഥ ഉണ്ട്. അപ്പൊ ഇയാൾ പിന്നെ പുരയെ പോയി നോക്കുമ്പോ മീനില്ല. അപ്പൊ നിങ്ങളെന്ന് എന്റെ മീനെടുപ്പ് നിങ്ങൾ മീൻ പിന്നെ തന്നാലല്ലേ ഇവിടെ മീൻ കൂട്ടാൻ വെക്കാൻ പറ്റൂന്നോളൂ. അപ്പൊ പറഞ്ഞു ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് കൊടുത്തീനല്ലോ എന്ന്. അപ്പൊ ഓനോട് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു നിങ്ങളല്ലേ പുരയെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ പുരയെ കൊടുത്ത് എന്ന് പറഞ്ഞു.
അതൊരു നാടൻ സംഗതിയാണ്. അതേ സമയത്ത് ആ മീനിനപ്പുറത്ത് ഗൗരവപ്പെട്ട പലതും ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എവിടേക്ക് വേണ്ടിയാണോ ഏൽപ്പിച്ചത് അതിൽ വഞ്ചന കാണിക്കുന്നു. അപ്പോ സ്വത്ത്, പണമായാലും പൊന്നായാലും വേറെന്ത് സംഗതി ആയാലും ഒരാളെ ഒരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കരുത്. വഞ്ചന കാണിച്ചാൽ ലാ ഈമാന ലിമൻ ലാ അമാനത്തുഹു, വഞ്ചന കാണിക്കുന്നവന് ഈമാനില്ല. വിശ്വസ്തത, ഈ അമാനത്ത് സൂക്ഷിക്കാത്തവന് ഈമാനില്ല. അതിപ്പോ നമ്മളെ ഏൽപ്പിക്കുന്ന വേറെ ഉത്തരവാദിത്വങ്ങളും ആവാം. ഇപ്പൊ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്. ഈ മഹല്ല് നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്തിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഫൽയുബദ്ദില്ലദി ഉത്തുമിന അമാനതുഹു, അത്രയും ആളുകൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വീട്ടണം. അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്താണോ അത് വീട്ടണം. അപ്പൊ അമാനത്ത് എന്ന് പറയുന്നത് നമ്മളെ കമ്മിറ്റി സ്ഥാനം, പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പർഷിപ്പ്. കാരണം വേറൊരുപാട് ആളുകൾക്ക് കൊടുക്കാതെയാണ് അത് ആരെ ഏൽപ്പിക്കുന്ന, ഒരു കൂട്ടരെ ഏൽപ്പിക്കുന്നത്. അപ്പൊ അവരത് എങ്ങനെയാണോ നിർവഹിക്കേണ്ടത് അതിൽ വഞ്ചന കാണിക്കരുത്. അത് കൃത്യമായിരിക്കണം. പിന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ അമാനത്താണ്. ഭാര്യ, ഭർത്താവ്, ഇതൊക്കെ അമാനത്താണ്. കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കാന്നല്ലേ പറയാന്നെ. അപ്പൊ അത് പിന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളെ പിന്നെയും പോയിട്ട് ഇങ്ങനെ മധ്യസ്ഥന്മാര് പോകേണ്ടി വരരുത്. പിന്നെയും പ്രയാസങ്ങൾ ഉണ്ടാവരുത്. അത് വൃത്തിയിൽ നടക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജോലി, അതൊരു അമാനത്താണ്. ഒരു മനുഷ്യന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു കട തുടങ്ങി, അവിടെയുള്ള ചരക്കും സംഗതികളും ആ വീടിന്റെ താക്കോൽ ഒരുത്തനെ ഏൽപ്പിക്കുകയാണ്. അതൊരു അമാനത്താണ്. ആ അമാനത്ത് ആരോ വീടിയല്ലേ എന്ന നിലക്ക് കൈകാര്യം ചെയ്യരുത്. അപ്പൊ അത് നഷ്ടപ്പെട്ടാൽ അതിന്റെ ചുമതല ഇവനുണ്ട്, ഇവൻ അതിന്റെ ഉത്തരവാദിയാണ്. കാരണം അയാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അല്ല പിന്നെ ആദ്യം തന്നെ പറയണോ എനിക്ക് നോക്കാനാവൂല, അപ്പൻ അയാളെ ഏൽക്കരുത്. 9 മണി മുതൽ 5 മണി വരെ വർക്കിംഗ് ഹവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ 5 മണി വരെയുള്ള സമയം ആരതാണ്? അയാളതാണ്. അതിനിടയിൽ വേറെ ബിസിനസ് ചെയ്യരുത്. അത് അതിനും വേണ്ടി തന്നെ മാറ്റൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 8:30 മുതൽ 9:00 വരെ ഞാൻ ഇവിടെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ അച്ചോളം ചെയ്യരുത്. ആ 8:30 മുതൽ 9:00 വരെ നിങ്ങൾക്കുള്ളതാണ്. ആ ആ ആ അപ്പൊ ഫോൺ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ ജോലി ആർക്കാണോ നമ്മൾ ആ സമയം കൊടുക്കും, സമയത്തിനാണല്ലോ ഇത്. അപ്പൊ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അയാൾ അനുവദിച്ചൊരു സമയമുണ്ടോ? ഇപ്പോൾ ഒരു ഷോപ്പിലെ ജോലിക്കാരനാണ്. ആ ഷോപ്പിലെ ജോലിക്കാരന് ഉച്ചക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു അനുവാദമുണ്ട്. ആദ്യം തന്നെ അങ്ങനത്തെ ഒരാളെ പണിക്ക് നിർത്തുമ്പോൾ പള്ളിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഉച്ചക്ക് തോർന്ന് പോകണം എന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന ധാരണ ഉള്ളൊരു കാര്യമാണ്. അപ്പൊ അയാൾക്ക് അതിനുള്ളൊരു ഇളവുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് അയാൾക്ക് പള്ളിയിൽ പോകാം. പക്ഷെ അന്നേരം അവിടെ പോയിട്ട് 4 പേര് ഓതിയിരിക്കുക, പിന്നെ അവിടുന്ന് ദിക്റും ദുആയും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സുന്നത്ത് നിസ്കാരം, പിന്നെ ഓൻ ലീവുള്ള ദിവസം നിസ്കാരം തന്നെ വരേക്കില്ല. ഇത് ജോലിക്ക് വന്നോടത്തുനിന്നാണ് ഇവന്റെ എല്ലാവിധ കത്തം തീർക്കലും. അത് പാടില്ല. ചെയ്യുന്നത് കത്തം തീർക്കല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയം അയാൾക്കുള്ളതല്ല. ആ സമയം എന്ത് ചെയ്തതാണ്? കൊടുത്ത. അപ്പൊ 1 മണിക്കൂറാണ് ഉച്ചക്കത്തെ ഇടവേളയെങ്കിൽ ആ സമയത്ത് അവിടെ എത്തണം. അത് അമാനത്താണ്. ഇതുപോലെയാണ് ഞാൻ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞാൽ അന്നേരം പോകണോ? കാരണം എന്താണ്? ഇല്ലെങ്കിൽ അത് മറ്റേ ആളുടെ സമയത്തെ കൊല്ലലാണ്. 10 മണിക്ക് വരാന്ന് പറഞ്ഞ വ്യക്തിയിൽ നമ്മൾ 10:30ക്കാണ് എത്തുന്നതെങ്കിൽ 1/2 മണിക്കൂർ അയാളത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അയാൾ നേരത്തിന് വരുന്ന ആളാണെങ്കിൽ, പിന്നെ അയാൾ തന്നെ 11 മണിക്ക് വരുന്ന ആളാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അമാനത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ജോലി, ഭാരവാഹി സ്ഥാനങ്ങള്, സമ്പത്ത്, കുടുംബ ബന്ധങ്ങള്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മള് ചിലപ്പോ അയൽവാസി താത്തനെ വിളിച്ചിട്ട് അറിയും, പിന്നെ ഞാന് ഡോക്ടറെ അടുത്ത് പോവാണ്, ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു പോയാൽ
അതൊരു അമാനത്താണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ പൊരന്റെ താക്കോല് അടുത്ത പൊരയിൽ ഏൽപ്പിച്ചു പോയാൽ അതൊരു അമാനത്താണ്. ചിലപ്പോ ഏൽപ്പിച്ചു പോയിട്ട് പിന്നെ താക്കോൽ അതേടെയും വെച്ച് കിടങ്ങേറായി തെരഞ്ഞ്, അപ്പൊ അത് ശരിയല്ല. അമാനത്താണ്. ഞാൻ ഒരാളോട് കടം വാങ്ങിക്കൊണ്ടുപോകും, 15 ദിവസന്റെ സൂചി ഇപ്പൊ 15 ദിവസം കിട്ടൂല, എന്നാലും സൂചി അത് പിന്നെ ഇവിടെ വെച്ചിനെ ഒരു സാധനം ഇവിടെ വെച്ചാൽ കാണൂല. ഏത് അടുത്ത പോരൽ സൂചിയാണ്. തിരിച്ച് കൊടുത്തിട്ടില്ല എന്ന് മാത്രല്ല, തിരിച്ച് ചോദിക്കാൻ വന്നപ്പോഴാണ് ഇവള് പറയണത് എന്താ അല്ല ഇവിടെ എന്ത് വെച്ചാലും കാണൂല എന്ന്. എന്നിട്ട് ആൾക്ക് പിന്നെ സൂചിയും ഇല്ല നൂലും ഇല്ല. അങ്ങനെ ചെയ്യരുത്. അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടികളാണ്. നമുക്ക് ശ്രദ്ധിക്കണം. സാധാരണ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത്. പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ കിട്ടുന്ന ഒരു ചാൻസ് ഇല്ല. എനിക്ക് പറഞ്ഞ കൈക്കോട്ട്, വിക്കാസ്, കോണി എല്ലാ സാധനത്തിനും ഉണ്ട് ഈ സംഗതി. സ്ഥിരമായിട്ട് കുറ്റി ഇങ്ങനെ ചോദിച്ച് അവസാനം ഇയാള് കുറ്റി വാങ്ങിക്കൊടുത്തു. ഇയാള് വെച്ചോ, ഇതാ പിന്നെ വേറെ വേണ്ടല്ലോ എന്നുള്ളല്ലോ. നമ്മൾ ചെറിയ കാര്യമായിട്ടാണ് കാണുക. പക്ഷെ ആ ചെറിയ കാര്യത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു വ്യക്തിത്വം, നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ തകർന്നു പോകും. അപ്പൊ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കും, വീഴ്ച സംഭവിക്കും. കടം വാങ്ങുന്ന ആള് ശരിക്കും കൊടുക്കുന്ന ആളത് ഒരു അമല്, നല്ല സ്വാലിഹായ ഒരു അമലാണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അയാൾക്ക് മൂല്യശോഷണം സംഭവിക്കുന്നതിന് പകരം അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകും എന്നതുകൊണ്ടാണ് മൂല്യശോഷണം പ്രശ്നമാക്കാതെ അയാൾ കടം കൊടുക്കുന്നത്. നല്ലൊരു ഇബാദത്താണ്. അപ്പൊ അത് സമയത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക, സമയത്ത് ഒരു കേടുപാട് പറ്റാതെ പണയവസ്തു തിരിച്ചു ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ പണയം വാങ്ങണ്ടാതെ വെക്കണം. അത് സൂക്ഷിച്ച് വളരെ കരുതി, എണ്ണയിടേണ്ടാണ് എണ്ണിട്ട്, ഓയിലിടേണ്ട ഓയിലിട്ട് വളരെ കരുതലോടുകൂടി സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, വാങ്ങണ്ട, അങ്ങ് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് അള്ളാഹുവിനെ സൂക്ഷിക്കണം. രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ഇടപാടുകളിൽ CCTV ക്യാമറ ഉണ്ടോ, അല്ലെങ്കിൽ ചെക്ക് ഉണ്ടോ, ബോണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ, അല്ലെ വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടോ, ഇതൊന്നും രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യമാണ്. എല്ലാ ഇടപാടുകളും ശുദ്ധമാകുന്നതിൻ്റെ മർമ്മപ്രധാനമായ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ്. വലാ തക്തുമുശ് ഷഹാദ, ആ സാക്ഷ്യത്തെ നിങ്ങൾ മറച്ചു വെക്കാനും പാടില്ല. ആള് നല്ലോണം നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് വെക്കുന്ന ആളാണ്, ദിക്റും ദുആഉള്ള ആളാണ്. പക്ഷേ സാക്ഷ്യത്തെ മറച്ചു വെക്കാൻ പാടില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നതിന്റെ ദുൽമ് എത്രത്തോളാണ് എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളും. അപ്പൊ ഒരാൾ സാക്ഷി നിന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ സാക്ഷി നിൽക്കുന്ന ആളെയും കോലവും എണ്ണവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനാവതില്ലാത്തവൻ അതിന് നിൽക്കരുത്. ആദ്യം തന്നെ ഒരു ഇടപാടിൽ സാക്ഷി നിന്നാൽ ആ ഇടപാട് ആര് തെറ്റിച്ചാലും, അത് ചിലപ്പോൾ തെറ്റിച്ചത് ആ നാട്ടിലെ വലിയൊരാളായിരിക്കും, ഉന്നത കുടുംബക്കാരനായിരിക്കും, ഭയങ്കര സംഭവമുള്ള ഒരാളൊക്കെ ആയിരിക്കും. അപ്പൊ അയാൾക്കെതിരെ ഇപ്പൊ ഞാന് തെളിവ് പറഞ്ഞാല് എന്ന് വിചാരിച്ചിട്ട് മറച്ചു വെക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാക്ഷ്യം നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ പിന്നെ ആ സമയത്ത് ദിക്റും ദുആയും ഖുർആൻ പാരായണം ഒന്നായിട്ട് കാര്യമൊന്നുമില്ല. ആ സാക്ഷി എന്താണ്? മറച്ചു വെച്ച നിലയിൽ നിങ്ങൾ കുറ്റക്കാരനാണ്. ഇവിടെ പറയുന്ന ആര് അത് മറച്ചു വെക്കുന്നുവോ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു, അവൻ മനസ്സുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് പാപപങ്കിലമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആസിം എന്ന് പറഞ്ഞാൽ പാപിയാണ്. എവിടെയാണ് അവന്റെ പാപം? കൈമലും കാൽമലും ഒന്നല്ല, അവന്റെ ഖൽബ് പാപം നിറഞ്ഞതാണ് എന്നാണ്. അങ്ങനെ മറച്ചു വെക്കുന്നവന്റെ ഖൽബ് പാപം നിറഞ്ഞതാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ്. അപ്പൊ നമ്മള് പലപ്പോഴും ആള് കാണും എന്നതാണ് പറയാ. അത് ആൾക്കാർ കാണും, ആള് കാണും എന്ന് പറഞ്ഞാൽ ആള് കാണാണ്ടുമാണ് ചെയ്യുക.
പക്ഷെ അള്ളാഹ് കാണാണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ ക്യാമറയും ഓഫാക്കിയിട്ട് മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ട്, അല്ലെങ്കിൽ CCTV ക്യാമറ തന്നെ മോഷ്ടിച്ചുകൊണ്ടുള്ള ആൾക്കാരുണ്ട്. കള്ളന്മാരെ പിടിക്കാൻ പറ്റിയ സാധനമാണ് അത്. പക്ഷെ അള്ളാഹു കാണാത്ത ഒന്നും ഈ ഭൂമിയിൽ ചെയ്യാനാവുകയില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, കാണുന്നവനാണ്. ഇനി അതിൻ്റെ അടുത്ത ആയത്ത് ഇതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ലില്ലാഹി, അള്ളാഹുവിനാകുന്നു, മാ ഒന്ന്, ഫീഇൽ അസ്സമാവാത്ത്, ആകാശങ്ങളിലുള്ളത്. അവിടെ ഒന്നെന്ന് പറഞ്ഞാല് പിന്നെ അത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ലില്ലാഹി മാഫിസ് സമാവാത്ത്, ആകാശങ്ങളിലുള്ളതൊക്കെ അള്ളാഹുവിനാണ്. വമാഫിൽ അർദ്, ഭൂമിയിലുള്ളതും അവനാണ്. അപ്പൊ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും അവനാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്കുള്ളത് വേറെ ആയിരിക്കും എന്നുള്ള അർത്ഥമല്ല. അത് രാവും പകലും എന്ന് പറയും പോലെയോ ഒക്കെയാണ്. എല്ലാം ആ ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും സകല സാധനങ്ങളും അള്ളാഹുവിനാണ്. ഇനി വഇൻ തുബ്ദൂ, നിങ്ങൾ വെളിപ്പെടുത്തി എന്ന് വിചാരിക്കുക, മാഫി അൻഫുസിക്കും, നിങ്ങളുടെ മനസ്സിലുള്ളത്, ഔ തുഖ്ഫൂ, ഇനി നിങ്ങൾ മറച്ചു വെച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പുറമേക്ക് തുറന്നു പറഞ്ഞു, അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെച്ചു, അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലാവൂല. പക്ഷേ നിങ്ങൾ തുറന്നു പറഞ്ഞാലും നിങ്ങൾ മറച്ചു വെച്ചാലും അത് രണ്ടും അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ ഇതൊന്നും ഈ കടം വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യമല്ല, ഇതെല്ലാത്തിനും ബാധകമാണ്. അപ്പൊ നിങ്ങളുടെ കൽബിനകത്ത്, അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഇന്നസ്സംഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലേ? എന്തൊക്കെയാണ്? ഇന്നസ്സംഅ, നിങ്ങളുടെ കേൾവി, വൽ ബസ്വറ, നിങ്ങളുടെ കാഴ്ച, വൽ ഫുആദ, നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ കേൾവിയും കാഴ്ചയും മാത്രമല്ല, നിങ്ങൾ കൽബിൽ എന്താണ് ചിന്തിച്ചത്, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അതിനൊക്കെ നിങ്ങൾ മസ്ഊല. നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഒരു മനുഷ്യൻ, ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ, അയാളെ കുറിച്ച് നിങ്ങൾ ആള് തരികിടാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത മോശമായിപ്പോയി. നിങ്ങൾ ഹുസ്നുള്ളായിരുന്നു, ഉണ്ടാ നല്ലതാണ് എന്നായിരുന്നു വിചാരിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു മോശമായ ആളെ പറ്റിയിട്ടു നല്ല ആളായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ കുഴപ്പം? നല്ല ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ മോശം ധാരണ വെച്ച് പുലർത്തുന്നത് തന്നെ വലിയ തെറ്റാണ്. അപ്പൊ നമ്മള് പെട്ടെന്ന് പൈശാചിക പ്രേരണ അതിനാണല്ലോ. നല്ല ആൾക്കാരെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? വെറുതെ പ്രസ്താവന നടത്തും. അതൊന്നും ശരിയില്ല, എല്ലാവരും കണക്കാന്ന് എന്ന് പറയും. ആരാ അപ്പൊ നല്ല ഉള്ളതെന്ന് ചോദിക്കും. ഒക്കെ തരികിടയാണെന്ന് പറയും. നമ്മൾ വളരെ ആധികാരികമെന്ന് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ പറഞ്ഞു കളയും. എന്ത്, അതൊന്നും ശരിയല്ല എന്നൊക്കെ പറയും. അപ്പൊ ഇത് കേട്ട് വേറൊരാൾ അതിന്റെ മേൽ നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ കുറ്റം നമുക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, അതേപോലെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ മസ്ഊലായിരിക്കും. നിങ്ങൾ വിചാരണ നേരിടേണ്ടി വരും. മൊബൈലിന്റെ കാലത്ത് പ്രത്യേകിച്ച് ചിന്തിച്ചോളൂ. നമ്മളിങ്ങനെ കാണുന്നത്, നമ്മളിങ്ങനെ കേൾക്കുന്നത്, അല്ലാഹുവേ ഈ കാലത്തെ കുറിച്ചാണ് കൂടുതൽ ഇത് ഫിറ്റ് ആവാൻ തോന്നുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് അള്ളാന്റെ മുമ്പിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. ആരും കാണൂല, വേറെ ആരും കാണാനൊന്നും പോണില്ല. പിന്നെ ഇനിയിപ്പോ നമ്മളെന്താ കണ്ടത് എന്ന് വായിക്കാനുള്ള അല്ലെ ക്ലിയർ ഹിസ്റ്ററി, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് വേറെ ആൾക്ക് കാണാനൊന്നും കഴിയും. പക്ഷേ അള്ളതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം അവിടെ എന്താണ്? ഇതൊക്കെ നമ്മൾ പറയുമ്പോ പണ്ട് നിരീശ്വരവാദികളായ നാസ്തികരായ ആൾക്കാർ പറയും, ഇതൊക്കെ മലക്കൾ ഇങ്ങനെ എഴുതി കയ്യ് കൊയ്യൂലേ, എല്ലാം എഴുതിയേക്കാൻ കയ്യോ എന്നൊക്കെ. പക്ഷെ നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും എന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ നമ്മുടെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച്, ഇപ്പൊ എന്റെ നെറ്റ് ഓണാണ്, ഞാൻ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പൊ വേറെ ഒന്നും ചെയ്യുന്നില്ല, എന്റെ നെറ്റ് ഓണാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്കോ ഒക്കെ തുറക്കുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് അനുബന്ധമായിട്ടുള്ള പരസ്യങ്ങൾ എനിക്ക് കാണിച്ചു തരും ഫേസ്ബുക്ക്. എൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ്.
നിങ്ങൾ എന്ത് തന്നെ സെർച്ച് ചെയ്താലും, നിങ്ങളൊരു വാഹനം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു പരസ്യം ഒന്ന് നോക്കിയെന്ന് വിചാരിക്കുക. ഒരു പ്രാവശ്യം നിങ്ങളൊരു പരസ്യം പ്ലേ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ പരസ്യം തന്നെ അതേപോലെ വണ്ടിന്റെ പരസ്യം തന്നെ വന്നുകൊണ്ട്, പെയിന്റ് ആണ് നോക്കണേ, പെയിന്റിന്റെ പരസ്യം തന്നെ വന്നുകൊണ്ട്. അപ്പൊ നമ്മുടെ യാത്ര, നമ്മുടെ അന്വേഷണം, ഇതെല്ലാം. ഞാനൊരിക്കൽ എറണാകുളത്ത് പോയപ്പോൾ അവിടെ ചെന്ന് ഫോൺ തുറക്കലും, ട്രെയിൻ ഇറങ്ങി എന്നെ കൂട്ടാൻ വേണ്ടി ഒരാൾ വണ്ടിയിൽ വന്നിരുന്നു. ഞാൻ അയാളുടെ വണ്ടിയിൽ കയറി ഇരുന്ന് എന്തെങ്കിലും മെസ്സേജ് ഒന്നും നോക്കാൻ അപ്പം തന്നെ മൊബൈൽ എടുക്കുമല്ലോ. നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അപ്പം എൻ്റെ പരസ്യം മുഴുവനും എറണാകുളം ഭാഗത്തുള്ള ഷോപ്പുകളുടെ പരസ്യമാണ്. ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ ഈ പരിസരത്തുള്ളതായിരുന്നു സ്ഥാപനങ്ങൾ. ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ അവിടുത്തെ പരസ്യം. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഏതിൽ പോകുന്നോ നമ്മളതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആളുകളെ കൊല്ലുന്നത് ഇപ്പം അങ്ങനെയല്ലേ? ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റു രാജ്യത്തിന്റെ നേതാക്കന്മാരൊക്കെ കൊല്ലുന്നതെന്ന് വെച്ചാൽ അവരെ ട്രാക്ക് ചെയ്ത് കൃത്യപ്പെടുത്തി എവിടെയാണോ ഏത് റൂമിലാണോ അയാളുള്ളത് അവിടേക്ക് നേരെ അയാളെ തന്നെ പോയിട്ട് പിക്ക് ചെയ്യും. ഇങ്ങനെ കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിനെന്താ ഇപ്പൊ ഒരു അത്ഭുതമുള്ളത്? ഒരു അത്ഭുതമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് പരസ്യപ്പെടുത്തി പറഞ്ഞാലും ഒന്നും പറയാതെ മറച്ചു വെച്ചാലും ഒക്കെ അത് എന്താണ്? അള്ളാഹു കാണുന്നല്ല, യുഹാസിബുക്കും ബിഹില്ലാ, അള്ളാഹു തആല അതെല്ലാം വിചാരണ ചെയ്യും എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളോട് ഒരാൾ പറയാൻ നിന്നെ വിചാരണ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടാവും. ഓനിപ്പാരോ എന്നെ വിചാരണ ചെയ്യാൻ, അല്ലേ? പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയാണ് നമ്മളോട് പറയുന്നത് നിന്നെ വിചാരണക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിധം മാറും. അപ്പൊ നമ്മളെ ഏതോ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് കണ്ടിട്ട് എന്നെ ഞാൻ വിചാരണ ചെയ്യുന്ന അന്നെങ്കിൽ പോടുന്നു അറിയും. പക്ഷേ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു വിചാരണക്ക് ഹാജരാകണം എന്തൊരു കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിധം മാറും. എന്നാൽ ഇതോ കോടതിയേക്കാൾ വലിയ കോടതി, രാജാതിരാജനായ റബ്ബ് പറയാണ്, നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ഒക്കെ യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു അതിനെ സംബന്ധിച്ച് വിചാരണ നടത്തും എന്നാണ്. അങ്ങനെ വിചാരണ നടത്തിയാൽ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തൊക്കെ കൊടുക്കും. അതില്ലാത്താണ് ഇപ്പൊ നമ്മളാകെ പ്രതീക്ഷ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഓരോ കാര്യത്തിനും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളെ പിടികൂടിയാലുണ്ടല്ലോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പലതരം തെറ്റുകൾ ഉണ്ടാവും. അതായത് ഒന്നുകിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാത്തായിരിക്കും, കയ്യും കാലും കണ്ണും മൂക്കൊക്കെ തന്നതിനൊരു നന്ദി കാണിക്കണ്ടേ, അതായിരിക്കും. അല്ലെങ്കിൽ ഇബാദാത്തുകളായിരിക്കും, ആരാധനകളിൽ വന്നുപോയ തെറ്റുകൾ. അല്ലെങ്കിൽ മുആമലാത്തുകൾ, ഇടപാടുകളിൽ വന്ന തെറ്റുകൾ ഉണ്ടാവും. മനുഷ്യന്മാരോട് കാണിച്ച തെറ്റുണ്ടാവും. അങ്ങനെ പലതരം ഉണ്ടാവും. ഈ പലതരം ഉള്ളത് അള്ളാഹു പുറത്തു തരും എന്ന ഒരു പ്രതീക്ഷ അതിലാണ് നമ്മളുള്ളത്. അല്ലാണ്ട് നമ്മളെ കൃത്യമായിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, ഞങ്ങളുടെ ചോദ്യം വിചാരണ എളുപ്പാക്കി തരണേ എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ചിലപ്പോൾ മാനേജ്മെന്റിന്റെ ഈ ഇന്റർവ്യൂ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും, അയാള് നിയമിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ മൊത്തം നിയമപരമായിട്ടൊരു ഇന്റർവ്യൂ നടത്തേണ്ടതുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ വന്ന് എല്ലാവരോടും ചോദ്യം ചോദിക്കുമ്പോൾ കണിശമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ഗൗരവത്തിലാണ് ചോദിക്കുക. അതേ സമയത്ത് എടുക്കാൻ ഉറപ്പിച്ച വ്യക്തിയോട് പിന്നെന്താ ചോദിക്കുക? നിങ്ങളെ പേരെന്താണ്? പേരാരോ തെറ്റിക്കോ? പാപ്പന്റെ പേരെന്താ? അതാരോ തെറ്റിക്കോ? വയസ്സെത്ര? ഇതാരോ തെറ്റിക്കോ? ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ പേരെന്താണ്? അയാളെന്നെ കുപ്പായത്തിൽ നിറച്ചു ഇത് നടക്കുകയാണ്, പിന്നെ ആരോ തെറ്റിക്കും. അപ്പൊ ആ ജാതി എളുപ്പമുള്ള ജാതിയാണ് ചോദിക്കുക. ചോദ്യം കടുപ്പമായാൽ ഒരാൾക്കും പരീക്ഷ പാസ്സാവൂല. അങ്ങനത്തെ ചില സംഗതികൾ. അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, ഞങ്ങളുടെ ഹിസാബ് നീ എളുപ്പാക്കി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ വിചാരണ ചെയ്താൽ തന്നെ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ അത് ഒരു നീതിയില്ലാത്ത തോന്നിയ പോലെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പടച്ചോൻ കുറെ ആൾക്കാർക്ക് പുറത്തു കൊടുക്കുന്നു, കുറെ ആൾക്കാരോട് അനീതി കാണിക്കുകയില്ല. പിന്നെന്താണ്? അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന, അള്ളാഹുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവർക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുക. ആർക്കാണ് പുറത്തു കൊടുക്കുക എന്ന് വേറെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ,
അല്ലേ? ഉലൈക ലഹും, ചില ആൾക്കാരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്കുള്ളതാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവസാനത്തിലേക്ക് പോകുമ്പോ പിന്നെ അത് പറയേണ്ടതില്ല, ആദ്യം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അവിടെ. അപ്പൊ നിങ്ങൾ വിചാരണ നടത്തും. ആ വിചാരണ നടത്തിയിട്ട് ഫയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അങ്ങനെ പുറത്തു കൊടുക്കുക ആർക്കാണെന്ന് പഠിപ്പിച്ചത് നമ്മൾ പഠിക്കണം, എന്നിട്ട് അത് ചെയ്യണം. ഇനി വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. അപ്പൊ നമ്മള് ഒരു കഥയില്ലാത്ത പ്രതീക്ഷയായിട്ട് പോയരുത്. പഠിച്ചവനല്ലേ, അടച്ചവനങ്ങ് പുറത്തു. അള്ളാഹ് ഇപ്പൊ നമ്മളെ നരകത്തിലിടാനൊന്നും കൈ ഉണ്ടാവില്ല എന്ന് അത്ര എല്ലാ അല്ലെ, അള്ളാഹ് വലിയ കാരുണ്യവാനല്ലേ, പടച്ചോൻ പുറത്തു വരുമെന്ന് എന്ന് വെറുതെ പറയരുത്, വെറുതെ പറയരുത്. ചില ആളുകളോട് നമ്മൾ ഇടപാടുകളെ കുറിച്ച് പറയുമ്പോൾ ആ അള്ളാഹ്ക്ക് അറിയാം, ആ അള്ളാഹ് അങ്ങ് പുറത്തോളൂ എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനൊന്നും ഇപ്പൊ നോക്കിയാലോ, അതാക്കെ പഠിച്ചാൻ അങ്ങ് പുറത്തോളൂ എന്ന് പറയുന്നവരുണ്ട്. ഓരോടാണ് അള്ളാഹ് പറയുന്നത് എന്ത്? അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു പുറത്തുവരെ മാത്രമല്ല ചെയ്യുക, അള്ളാഹു ശിക്ഷിക്കും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതൊരു നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അള്ളാഹു നീതിമാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ മറ്റെല്ലാ കഴിവുകളെക്കാളും മേലെയാണ്. എന്നാൽ അള്ളാഹു നീതിമാനാണ് എന്നത് അത്ര തന്നെ ശരിയാണ്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു സ്നേഹനിധിയാണ്, ഇതൊക്കെ ശരിയായതോടൊപ്പം അള്ളാഹു നീതിമാനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാർക്കും സ്വർഗം, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവർക്കും സ്വർഗം അങ്ങനെ ഉണ്ടാവൂല. ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച ആളുകൾക്ക് സ്വർഗം, ഒന്നും സഹിക്കാണ്ട് ഇങ്ങനെ നടന്ന് എല്ലാം ആസ്വദിച്ച് നടന്ന ആൾക്കാർക്കും സ്വർഗം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അധ്വാനത്തിനനുസരിച്ച് എല്ലാവരുടെയും ദറജകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ലികുല്ലി ദറജാത്തിൻ മിമ്മാ അമലു, ഓരോരുത്തരുടെയും അമലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് അവരുടെ ദറജ ഉണ്ടാവുക. അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന പോലെ സ്വർഗം നരകം ഇങ്ങനെ മാത്രമല്ല, സ്വർഗത്തിൽ തന്നെ വ്യത്യസ്തമായ പദവികളുണ്ട്, നരകത്തിൽ തന്നെ വ്യത്യസ്തമായ പദവികളുണ്ട്. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ കാൽപാദം നരകത്തില് തീയിന്റെ ചെരുപ്പിടിക്കുക എന്നാണ്, തലച്ചോറ് തെളിച്ചു എന്നാണ്. ഏറ്റവും ചെറുതിന്റെ കഥയാണ് പറഞ്ഞത്. അപ്പൊ നരകം ഭയാനകമാണ്, അത് വലിയ ശിക്ഷയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പോയിട്ട് പിന്നെ വന്ന് നന്നാവാൻ കഴിയൂല എന്നുള്ളതാണ്. ആദ്യം തന്നെ പറഞ്ഞു തന്നതും അതിനാണ്, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, നന്നാക്കുക, ഇടപാടുകൾ നന്നാക്കുക, സ്വഭാവം നന്നാക്കുക, ജീവിതം നന്നാക്കുക, കൃത്രിമത്വങ്ങളില്ലാതിരിക്കുക, കാപ്പട്യങ്ങളില്ലാതിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക ആളുകളെ ചതിച്ചും വഞ്ചിച്ചും അങ്ങനെ പോവാതിരിക്കുക. അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ആ കാര്യങ്ങളൊക്കെ. കഴിച്ചു ബാക്കി അള്ളാഹിനോട് പുറത്തു തരാൻ പറയാ. എന്നാലും അറിഞ്ഞുവിടാണ്ട് സംഭവിച്ചിട്ടുണ്ടാവും, അറിയാണ്ട് ചവിട്ടിപ്പോയതുണ്ടാവും, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതല്ലാതെ നന്മ ചെയ്യാൻ പറയുമ്പോഴും തെറ്റ് സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴൊക്കെ സാരല്ല അള്ളാഹ് അങ്ങ് പുറത്തോളൂ എന്ന് പറയുന്ന ഒരു രീതി ഗുണകരമല്ല, നീതിയുക്തമല്ല, സത്യസന്ധമല്ല. സാമ്പത്തികമായ ഇടപാടിനെ കുറിക്കുന്ന വളരെ വലിയ ഒരു പാഠം കടമിടപാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പണയവുമായി ബന്ധപ്പെട്ടത്. ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ട്. പറയുന്ന ഞാനും എന്നിട്ടും പണ്ടത്തമായി തന്നെ കടം വാങ്ങുന്നത്, കേൾക്കണ നിങ്ങളും പണ്ടത്തമായി തന്നെയാണ് പണയത്തിന് പോണതെങ്കിൽ ഈ കാര്യത്തിനൊന്നും പ്രത്യേകിച്ച് കഥയില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഇതിനനുസരിച്ച് മാറ്റം വരണം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം. അത് നമുക്ക് മാറാനുള്ളതാണ് ഖുർആൻ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ മാതിരി ഇങ്ങനെ ഓതിയിരുന്നാൽ മതിയേനും. നമ്മളിപ്പോൾ എന്താണ് ഓതിയിരുന്നാൽ പോരാ, അത് പഠിക്കണം എന്ന് വിചാരിച്ചത് എന്തിനാണ്?
നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്വയം മാറുകയും മറ്റുള്ളവരെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ മാറിയത് കണ്ട് മറ്റുള്ളവർ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അപ്പൊ ഇടപാടുകൾ പണ്ടത്തെ പോലെ തന്നെ തുടരരുത്. ഇടപാടുകൾ നടത്തുന്നിടത്ത് നമ്മൾ ഇത് പഠിക്കണതിന് മുന്നേയും പഠിച്ചതിന് ശേഷവും തമ്മിലുള്ള ഇടപാടുകൾക്ക് വ്യത്യാസം ഉണ്ടാവണം. ആ വ്യത്യാസം കണ്ടിട്ട് വേറെ ആൾക്ക് തോന്നണം എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ഇതിന് എന്ന് തോന്നണം. ആ മാറ്റം വേറൊന്നുമല്ല, ഖുർആനികമായ മാറ്റമാണ് എന്ന് വരുമ്പോൾ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ചെറിയ രീതിയിൽ പരിശ്രമിച്ചാൽ അള്ളാഹു നമ്മളെ അവന്റെ സന്മാർഗത്തിലേക്ക് വഴി നടത്തും എന്നതാണ്. അടുത്ത ആഴ്ച പറയാൻ ബാക്കി ഇൻഷാ അള്ളാഹ്. കുറച്ച് നേരത്തെയാണ് നിർത്തുന്നത്. അത് അടുത്ത വിഷയത്തിലേക്ക് കടന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ആമന റസൂൽ എന്ന് നമ്മൾ സാധാരണ പറയുന്ന അവസാനത്തെ 2 ആയത്തുകളാണ്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.